Hey guys, welcome to our YouTube channel. നമ്മളിന്ന് പുതിയ എപ്പിസോഡായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സീസൺ ഓപ്പണറാണ് നമ്മുടെ ക്ലബിൻ്റെ ഒരു ക്ലബ്ബ് ഇക്കിക എന്നാണ്. നമ്മളിപ്പോൾ കാനഡ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഒരു ക്ലബ്ബായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കാർ ക്ലബ്ബ്. നമുക്ക് കുറച്ച് ബൈക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻ്റർ എല്ലാവരും വണ്ടി കയറ്റി പാർക്ക് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സീസൺ ഓപ്പണറായിട്ട് പരിപാടി സെറ്റ് ചെയ്തേക്കുവാണ്. ഇന്നാണത്. അപ്പോൾ നമുക്ക് അതിന് പോകണം. നമുക്ക് ഈ രണ്ട് വണ്ടി നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് വരും. കാർമീൻ ഇറങ്ങി ഇപ്പോൾ നമ്മുടെ R6 കൊണ്ട് നമ്മളിപ്പോൾ കമറയിലാണ് പോണേ. പിള്ളേർ അവിടെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പെട്ടക്കാണ് ഹൈവേയിൽ. നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും ക്ലബിലെ പിള്ളേരെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആരോമലിനെ നിങ്ങൾ നേരത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പുള്ളി WRX വന്നിട്ട് വേറെ WRX ഉണ്ട്. പിന്നെ നമ്മുടെ വേറൊരു സുബാറു ഉണ്ട്. പിന്നെ ഒരു അക്യൂറ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള പിള്ളേരെല്ലാം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ സമ്മറൊക്കെ ആയി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് കാണാം, വിശേഷങ്ങളൊക്കെ പറയാം. എല്ലാ വർഷവും എന്തൊക്കെയാണ് വണ്ടികൾ പ്ലാന്, അങ്ങനത്തെ ചിലർ പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരിക്കും അത് വിൻ്ററിൽ. അതൊക്കെ കാണാൻ വേണ്ടിയും കുറച്ചൊരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കുക. അതാണ് ബേസിക്കലി മീറ്റ്. പിന്നെ നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രൈവൊക്കെ പോകാറുണ്ട്, അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഇന്ന് നമുക്ക് ഇത് ഫസ്റ്റ് ഇവൻ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ് പ്യൂർ യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കേംബ്രിഡ്ജുള്ള യൂറോ ക്ലബ്ബുകാരുടെ വേറൊരു പരിപാടി ഉണ്ട്. അതിനും പറ്റുവാണെങ്കിൽ ഒന്ന് പോകണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പ്യൂർ യൂറോ കാറുകൾ മാത്രമായിരിക്കും. നമ്മുടെ സിവിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വേറൊരു ബീമർ വണ്ടി. 535 ആണ്. ഇത് N55 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് N54ൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ് N55. അപ്പം വണ്ടി ഇപ്പോൾ സ്റ്റേജ് 2 പ്രപ്പാണ്. ട്യൂൺ അടിച്ചിട്ടില്ല. ഡൗൺ പൈപ്പ്, ലോവറിംഗ് സ്പ്രിങ്, ഡിഫ്യൂസർ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ട്രാക്കിൽ ഇറക്കിയപ്പം ലേറ്റ് 13s അടിച്ചായിരുന്നു വണ്ടി. അപ്പോൾ ഈ പ്രാവശ്യം എന്നാണെങ്കിലും അതിൽ ട്രാൻസ്മിഷൻ ട്യൂൺ അടിക്കണം ഓട്ടോമാറ്റിക്. അപ്പോൾ നമുക്ക് XHPയുടെ ട്രാൻസ്മിഷൻ ട്യൂണും അടിക്കണം സ്റ്റേജ് 3. അപ്പോൾ അതടിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓണർ മർവാനുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ. അപ്പോൾ മർവാൻ എന്തൊക്കെയാണ് പ്ലാൻ എന്ന് പറയും വണ്ടി ഈ വർഷം വണ്ടി ഇതിൽ സ്റ്റേജ് 2ലേക്കുള്ള എല്ലാ പ്രെപ്പും ആയിട്ടുണ്ട്. കാറ്റ്ലെസ് ഡൗൺ പൈപ്പ് വെച്ചു ഇപ്പോഴത്തെ. പിന്നെ ഫ്രണ്ട് മൗണ്ട് ഇൻ്റർകൂളറായി. ഇതിൽ ഇനി ചെയ്യാൻ കോൾഡ് എയർ ഇൻടേക്കും വെച്ചു. ഇനി ജസ്റ്റ് ട്യൂൺ ചെയ്യേണ്ട താമസം കൂടി. MHD സ്റ്റേജ് 2+ ആണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൂടെ XHP അടിക്കാം. അതിൻ്റെ കൂടെ ട്രാൻസ്മിഷൻ XHPയും കൂടി അടിക്കുന്നുണ്ട്. അതൊക്കെയാണ് ബേസിക്. ഇപ്പം നമ്മുടെ ഈ 535 നമ്മുടെ ബീമർ ഗ്യാങ്ങിലെ ഒരു മെയിൻ വണ്ടിയാണ് ഇത്. അങ്ങനെ ഇതിപ്പോൾ ഫുള്ള് M5 കൺവേർഷൻ കിറ്റ് ചെയ്തതാണ്. എക്സോസ്റ്റ് ഇപ്പോൾ കാണുമ്പോൾ അറിയാം. എക്സോസ്റ്റ് ടിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ടിപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. ടിപ്പ് വന്നിരിപ്പുണ്ട്. ടിപ്പ് ഇപ്പോൾ ചെയ്യണം. ഇതാണ് ടിപ്പ് വന്നേക്കണം. അപ്പോൾ ടിപ്പ് നമുക്കിപ്പോൾ കാണും. ഇപ്പോൾ ഭയങ്കര എംറ്റി ആണ്. ഇവിടെ ആയിരിക്കും വരാം ഈ ഒരു ഓപ്ഷനിൽ. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് കൊടുത്ത് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ BMW ഫോളോ ചെയ്യണം എല്ലാവർക്കും അറിയാം, പെർഫോമൻസ് എക്സോസ്റ്റ്. അപ്പം അത് നമുക്ക് നോർമൽ മഫ്ലറിൽ ചെയ്യാം. മഫ്ലർ കട്ട് ചെയ്തിട്ട് അത് സ്ട്രെയിറ്റ് വെൽഡ് ചെയ്യുക. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്താൽ ഡ്രോണൊക്കെ കുറവായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ 535ൻ്റെ വിശേഷം. നമ്മുടെ ക്ലബ്ബിലുള്ള വേറെ വണ്ടിയാണ് ഇത്. S60 ആണ്. വോൾവോ അത്ര മോഡിഫൈ ചെയ്തൊന്നും ആരും കണ്ടിട്ടില്ല. നമ്മുടെ ക്ലബ്ബിൽ ആകെയുള്ളൊരു വണ്ടിയാണ് വോൾവോ. വണ്ടി ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുവാണ്. പിന്നെ സെറാമിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ മോഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ബോഡി കിറ്റൊക്കെ വന്നിരിപ്പുണ്ട്. അത് ചെയ്യണം. വണ്ടി ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ് വോൾവോ. അതുകൊണ്ട് പോയി വോൾവോ എടുത്തു. വോൾവോ ബേസിക്കലി എനിക്ക് ട്രക്കിനോട് ഭയങ്കരമായിട്ടൊരു ആരാധന ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് കണ്ടിട്ടുള്ള വണ്ടിയാണ് വോൾവോ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഒന്നും നമ്മൾ ബോഡി കിറ്റ് തപ്പി, ഞങ്ങൾ കുറച്ച് ബോഡി കിറ്റ് തപ്പിയായിരുന്നു. അതെ അതാണ് നമ്മൾ ലാസ്റ്റ് രണ്ട് കമ്പനികളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെയ്ക്കോ എന്ന് പറഞ്ഞ കമ്പനി, മാക്സ് ഡിസൈൻസ്. ഇവർ രണ്ടുപേരും ഉള്ളൂ. അപ്പം അതിൽ നമുക്കിവിടെ നോർത്ത് അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാക്സ് ഡിസൈൻസ് മാത്രം. അത് നമുക്ക് നോക്കി അതും ഈ പറഞ്ഞ പോലെ 2-3 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്ത് അവർ പ്രൊഡ്യൂസ് ചെയ്താണ് കൊണ്ടുവരുന്നത് നമ്മൾ ഇതനുസരിച്ച്.
അപ്പോൾ അതങ്ങനെ വന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ ഡിഫ്യൂസർ മാത്രം വന്നില്ല, ബാക്കിൽ വെക്കുന്ന ഡിഫ്യൂസർ മാത്രം വന്നില്ല. ഫ്രണ്ട് ലിപ്പ് വന്നു, സൈഡ് സ്കേർട്സ് വന്നു. ഇനിയിപ്പം അതും കൂടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ ഇറക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ സമ്മറി കാണാൻ പറ്റും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിക്ക് ഫാക്ടറി ട്യൂണൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വേറെ ട്യൂണൊന്നും ചെയ്തിട്ടില്ല. അതെ അതെ അതെ, അതിനെക്കുറിച്ചൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ മീറ്റപ്പ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്, സീസൺ ഓപ്പണർ ആയതുകൊണ്ട് ഏകദേശം നമുക്കിപ്പോൾ ലേറ്റ് നൈറ്റ് സൺലൈറ്റ് ഒക്കെ പോകാറായി. നമ്മുടെ എല്ലാ പിള്ളേരും വന്നിട്ടുണ്ട്. തോമസ് ആ വണ്ടി ഒന്ന് കാണിച്ചെടുത്തേ. ഇപ്പം അത്യാവശ്യം എല്ലാ പിള്ളേരും തന്നെ വന്നിട്ടുണ്ട്. ഇനിയുണ്ട് വണ്ടികൾ, ഇനിയും കുറച്ച് പേരൊന്നും എത്തിയിട്ടില്ല. അവരൊക്കെ കുറച്ച് പരിപാടികളായിട്ട് വർക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ സ്റ്റക്കാണ്. ഇതാണ് നമ്മുടെ പുതിയ S6. അപ്പോൾ സൗണ്ട് കേട്ടല്ലോ, ഇതാണ് ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ വരുന്നുണ്ട് പതുക്കെ. അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വണ്ടിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. വണ്ടി പുഷ് ചെയ്യണ എന്നാണല്ലോ 600 മുകളിലാണ് വീല്. ബാക്കിയെല്ലാം ഇൻഡെപ്ത് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതാണ്. വണ്ടി അപ്ഗ്രേഡ് ടർബോ ആണ്, സ്റ്റേജ് 3 ട്യൂൺഡാണ്, മാക്സ്ഡ് ഔട്ട് ആണ് വണ്ടി. വണ്ടിയെക്കുറിച്ച് നമ്മൾ ഫുൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഫുൾ എപ്പിസോഡ് കൊണ്ടുവരാം, എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കാർ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് നമുക്കിനി പ്യുർ യൂറോ ക്ലബ്ബുകാരുടെ ഒരു മീറ്റുണ്ട്. അത് അവിടുത്തെ ക്ലിപ്സും അവിടെ ചിലപ്പം കുറച്ചുകൂടെ ട്യൂൺഡ് വണ്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലബിൻ്റെ പിള്ളേരുകളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് 25+ കാറുണ്ട്. ഒരു ബൈക്ക് തന്നെ 10 പിള്ളേർ 12 പേരൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പല വഴിയിലാണ്. നമ്മുടെ ബൈക്കേഴ്സും മുഴുവൻ വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഒരു R6 വന്നിട്ടുള്ളൂ, നമ്മുടെ R1 ഉണ്ട്, ഡ്യുക്കാട്ടി ഉണ്ട്, അതൊന്നും വന്നിട്ടില്ല. അപ്പം അത് ടെമ്പറേച്ചറൊക്കെ കുറച്ചുകൂടി നന്നാകുമ്പോഴത്തേക്ക് എല്ലാം വരും. നമ്മുടെ അടുത്ത WRX പയ്യൻ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് അധികം WRX ഉണ്ട് ക്ലബിൽ. അതുപോലെ തന്നെ കുറച്ചധികം മസിൽ കാറുണ്ട്, കുറച്ച് യൂറോ കാറുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാറ്റഗറിയിലും വണ്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്യൂർ യൂറോയുടെ മീറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ പ്യൂർ യൂറോയുടെ മീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്യൂർലി യൂറോ കാർസ് ആണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ബാക്കിൽ കാണാം, എൻ്റെ ബൈക്കിൽ കൂടുതലും M4, M3, M5 അങ്ങനത്തെ വണ്ടികളാണ്. പിന്നെ കുറച്ച് പോർഷേഴ്സ് ഉണ്ട്, C63 AMG ഉണ്ട്. നിങ്ങൾക്ക് ബാക്കി നോക്കുമ്പോൾ കാണാം കുറച്ച് നമുക്ക് ഇവിടെ G82-ഉം G80-യും M3സും M4സും വന്നിട്ടുണ്ട്. എല്ലാം തന്നെ പ്യൂർ യൂറോ ആയതുകൊണ്ട് കൂടുതലും യൂറോപ്യൻ കാർസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് സിവിക്കും ഉണ്ട് നമുക്കിവിടെ. ഈ കിടക്കുന്ന വണ്ടിയുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി സൗണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു V8 ആണ് ബെൻസിൻ്റെ, നമ്മുടെ C63 AMG. ഇതുപോലത്തെ സൗണ്ടുള്ളൊരു അഗ്രസീവ് സൗണ്ടുള്ളൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് V8 വേറെ ഇല്ല. അപ്പോൾ ഇത് ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് V8 ആണ്. അപ്പം ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൗണ്ടിന് എല്ലാം വേറെ സൗണ്ട് ഇല്ല. പിന്നെ BM ഏത് വെച്ചാലും ഇതിൻ്റെ ഒരു ഭയങ്കര അഗ്രസീവ് നോട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണിത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് M5 കോമ്പറ്റീഷൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് G80 M3 ഉണ്ട്, M4 ഉണ്ട്, അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ B58 വരെ 340. ഇതിൻ്റെ സെയിം എഞ്ചിനാണ് സൂപ്രക്കകത്തിരിക്കണത്, നമ്മുടെ പുതിയ ടൊയോട്ട സൂപ്രക്കകത്ത്. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നാൽ കുറച്ച് പോർഷേഴ്സ് ഉണ്ട് ഇവിടെ. ഇത് കുറച്ച് പഴയ പോർഷാണ്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്. വണ്ടി കാണുമ്പോൾ നമുക്കറിയാം, എൻജിൻ സൈഡെല്ലാം നോക്കിയാൽ പക്കയാണ്.
അപ്പോൾ ഈ കാർ മീറ്റിനിടെ നമ്മുടെ ഫ്രണ്ട് അവൻ്റെ കാറിൽ അവൻ ലോഡ് എടുത്തുകൊണ്ട് പോവുക. അതിൻ്റെ ഇടയിൽ അവൻ ട്രക്കും കൊണ്ട് വന്നിട്ടുണ്ട്. അവനെ പോയി കാണാം. അവനിപ്പോൾ ഇന്ന് ട്രക്ക് ലോഡും കൊണ്ട് പോകണം. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കാർ മീറ്റിന് വരാൻ പറ്റത്തില്ലെന്ന വിഷമത്തിൽ പുള്ളി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അന്ന് ഞാൻ ട്രക്കും കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി ട്രക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ അബിസാമിന് വണ്ടി ഇറക്കാൻ, പുള്ളിക്ക് മസ്റ്റാങ്ങാണ് വണ്ടി ഇറക്കാൻ പറ്റുന്ന ട്രക്കും കൊണ്ടാണ് കാർ മീറ്റിൻ്റെ ഒക്കെ വന്നേക്കണേ. അപ്പം ഞാനിതിന് വണ്ടിയുടെ അകം കാണിക്കാം. അപ്പം വണ്ടിയുടെ അകം എന്ന് പറഞ്ഞാൽ തോമസൺ ആദ്യമേ ഇവിടെ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട്. എന്നത്തിനാന്ന് എനിക്ക് നീ അലബാമയ്ക്ക് പോകണോ? അബിസാം ഇന്ന് അലബാമയ്ക്ക് പോവാന്ന് പറഞ്ഞത്. നീ പോവാണോ? ഇതാണ് ട്രക്കിൻ്റെ അകം. നമ്മൾ ഒരു ഫുൾ വീഡിയോ അബിസാമിൻ്റെ കൂടെ ചെയ്യുന്നതാണ്. അത് ഇങ്ങനെ ബെഡും ഫുൾ സെറ്റപ്പ് ഉണ്ട്. ഫുള്ള് ട്രക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കാർ മീറ്റ് ഇവിടെ. അപ്പം അളിയൻ ട്രക്കും കൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കാർ മീറ്റ് കാണാം. യൂറോ കാർ മീറ്റാണ്. അതേ ബാക്കി പോകണം. പോർഷെ എല്ലാ വണ്ടികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 8 PM to 8 ആണ് ഇന്നത്തെ പരിപാടി ഇവിടെ. എൻ്റെ പുറലോട്ട് നോക്കിയാൽ പല കളറിലെ G82 G80 എല്ലാം കിടക്കണ കാണാം. അതുപോലെ തന്നെ സിവിക്കുകളുണ്ട് പഴയത്. ഇതെല്ലാം ഇപ്പോൾ എല്ലാവരും സ്പ്രിങ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിയോണ്ട് എല്ലാവരും ഇപ്പോൾ വണ്ടി ഇറക്കിയതാണ് ഈ സമയത്ത്. അപ്പം വണ്ടി ഇറക്കി എല്ലാവരും ജസ്റ്റ് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ വൈറ്റ്സ് ഉണ്ട്. എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇപ്പോൾ ഇവിടെ. എല്ലാം വെൽ മെയിൻറ്റൈൻഡ് വണ്ടികളാണ്. അപ്പോൾ ഇന്നത്തെ മീറ്റ് നമ്മളിപ്പം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീറ്റാണ് ഈ സീസണിൽ 2025. അപ്പോൾ ഇനിയും നമ്മൾ കൂടുതൽ മീറ്റുകളും ഡ്രാഗ് ഇവൻറ്റ്സ് അങ്ങനത്തെ കുറേ ഇവൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ സീസൺ ഓപ്പൺ ചെയ്ത് നമ്മുടെ എല്ലാ വണ്ടികളും ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെയ്ത് നമ്മൾ വരുന്ന ജൂണിലോട്ടൊക്കെ ഇറക്കണം എന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോഴത്തേക്കും ഇതിപ്പോൾ നമ്മുടെ ഒരു യൂറോ ക്ലബിൻ്റെ മീറ്റാണ്. ഇനി ഇതുപോലത്തെ ഇഷ്ടംപോലെ മീറ്റുകൾ വരും. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്.